ലോകത്തെവിടെയും സഞ്ചരിച്ചും എന്തിനോടും സംവദിച്ചും ജാതിമതഭേദമില്ലാതെ ആപത്തിൽ പരസ്പരം സഹായിച്ചും പ്രതിസന്ധികൾക്കെതിരെ മനോബലം കൈവിടാതെ ഉരുക്കുകോട്ട നിർമ്മിച്ചും മുന്നേറുന്നവരുടെ നാടാണ് കേരളം. കേരം തിങ്ങും കേരളനാടെന്നാണ് ഭൂപ്രകൃതി കൊണ്ട് കേരളത്തിന്റെ വിശേഷണം. 100% സാക്ഷരർ, ജീവിതശൈലി കൊണ്ട് രാജ്യത്തിന് മാതൃക, രാഷ്ട്രീയം കൊണ്ട് പ്രബുദ്ധ ജനത. ഇതര ദേശക്കാരുടെ വിളിപ്പേരിൽ നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തീരമേതു തേടുമീ കാലം, നാടിതെന്നു ചൊല്ലുമീ കാലം, ഒരു തുഴയാ കൂടെ തുഴയും. ദുരാചാരത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകർ പകർന്ന വെളിച്ചവും പേറി വിദ്യാഭ്യാസത്തിന്റെയും അവകാശ പോരാട്ടങ്ങളുടെയും കൈപിടിച്ച മണ്ണാണ് ഇവിടുത്തേത്. ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി വരെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചിന്തയും പോരാട്ടവും വെളിച്ചവും തുടിച്ചു നിൽക്കുന്ന ഭൂമിക. ഭൂപരിഷ്കരണവും സമ്പൂർണ്ണ സാക്ഷരതയും ജനകീയാസൂത്രണവും കുടുംബശ്രീ എന്ന കൂട്ടായ്മയുമൊക്കെയാണ് ഭരണചരിത്രത്തിൽ നമ്മുടെ സമ്പത്ത്. അതിന്റെ തുടർച്ചയായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും മാലിന്യമുക്ത കേരളവും എല്ലാവർക്കും പാർപ്പിടമെന്ന സ്വപ്നവും 2000 രൂപ പെൻഷനും എല്ലാവർക്കും റേഷൻ കാർഡും സ്ത്രീ സുരക്ഷയും മികവുറ്റ അടിസ്ഥാന സൗകര്യവുമെല്ലാം സാധ്യമാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുരോഗമനാശയങ്ങളുള്ള സർക്കാർ. അതാണ് നവകേരളത്തിലെ 10 വിജയവർഷങ്ങൾ. നെല്ല് സംഭരണ പദ്ധതികൾ ഉൾപ്പെടെ ഒട്ടനവധി ക്ഷേമ പദ്ധതികളുമായിട്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെല്ലിൻ്റെ താങ്ങുവില 28 രൂപയിൽ നിന്നും 30 രൂപയായി വർദ്ധിപ്പിച്ചതിലൂടെ കർഷകർക്ക് വലിയൊരു നേട്ടം ഉണ്ടായിരിക്കുന്നു. കാർഷിക മേഖലയിൽ അതുമൂലം ഒരു പുത്തൻ ഉണർവ് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടി നല്ലൊരു ഭവനം തന്നത് ഇപ്പോഴത്തെ സർക്കാരാണ്. പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ലാലൂരിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ മാലിന്യമല നീക്കം ചെയ്ത് അവിടെ IM വിജയൻ സ്റ്റേഡിയം, ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ വന്ന് ഇപ്പോൾ ലാലൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഉറ്റുനോക്കുന്നൊരു സ്ഥലമായി മാറി. 600 രൂപ ഉണ്ടായിരുന്നപ്പം ഇവിടെ അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പം 15 മാസത്തെ പെൻഷൻ കിട്ടിയില്ല. അത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഒന്നിച്ച് ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹം കയറിയതിന് ശേഷം പിന്നെ പെൻഷൻ ഞങ്ങൾക്ക് കൂട്ടി, ഇപ്പം 600 കൂട്ടി ഇപ്പോൾ 2000 കൂട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും അന്നവും അഭയവും ഉറപ്പാക്കുന്ന സഹജീവികളോട് കാരുണ്യമുള്ള ഈ ജനകീയ സർക്കാർ നാട്ടിലെങ്ങും സമാധാനവും വികസനവും തൊഴിലും മികച്ച ജീവിത സാഹചര്യവുമാണ് ഇക്കാലത്തെല്ലാം സാധ്യമാക്കിയത്. എല്ലാവർക്കും ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും സ്ത്രീ സംരക്ഷണവുമുള്ള നാടാണിപ്പോൾ കേരളം. കാറ്റും കോളും കോവിഡും ഉരുൾപൊട്ടലും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ ഉലയ്ക്കാൻ ശ്രമിച്ചിട്ടും അചഞ്ചലമായി നിലകൊള്ളുന്ന കരുത്ത്. അതാണ് പ്രതിസന്ധികളിൽ തളരാത്ത, ആത്മാഭിമാനം അടിയറവയ്ക്കാത്ത, ശിരസുയർത്തി നിൽക്കുന്ന കേരളം. 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരമല ഉണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം അവിടെ എല്ലാ വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് വിവിധ ദിക്കിലായി പോയ 10-26 പേരടങ്ങുന്ന ഒരു യൂണിറ്റാണിത്. ബെയിലി പ്രൊഡക്റ്റ് എന്ന പേരിൽ നമ്മൾ ഇത് നമ്മളെ ജില്ലാ കളക്ടർ ലോഞ്ച് ചെയ്തു. നല്ല രീതിക്ക് തന്നെയാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം നമുക്ക് വേണ്ടുന്നതിലധികം ഈ മെഷീനറികളാണെങ്കിലും ഓരോ NGOയെ കണ്ട് നമുക്ക് മെഷീനറികൾ സംഘടിപ്പിക്കാനും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴും നമ്മുടെ കൂടെക്ക് കട്ടയ്ക്കേണ്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ 17 വർഷമായി ആശാവർക്കറായി ജോലി ചെയ്തെങ്കിലും LDF സർക്കാരാണ് നമുക്ക് ഇത്രയും വർധനവ് ഓണറേറിയത്തിൽ വരുത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വർധനവ് വരുത്തിയിട്ടേ ഇല്ല. നമുക്കിപ്പം സർക്കാർ ഒരു 1000 രൂപ കൂട്ടിത്തന്നതിൽ ഞങ്ങൾ അംഗൻവാടി പ്രവർത്തകർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം പാവപ്പെട്ടവരുടെ ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ.
ഒരു സംസ്ഥാനമെന്ന നിലയിൽ അർഹമായ പല ഗ്രാന്റുകളും നിഷേധിച്ചിട്ടും വായ്പാ പരിധി വെട്ടിക്കുറച്ചിട്ടും കിഫ്ബി പോലുള്ള ബദൽ സാമ്പത്തിക സംവിധാനങ്ങളിലൂടെ മുന്നേറുകയാണ് കേരളം. നടക്കില്ലെന്ന് പലരും എഴുതിത്തള്ളിയ വൻകിട പദ്ധതികൾ വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കി. ദേശീയപാതാ വികസനം, വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ വികസനം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, 400 kV ഇടമൺ കൊച്ചി പവർ ഹൈവേ, മലയോര ഹൈവേ, വാട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ആ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ്. 10 വർഷങ്ങളായിട്ട് കറണ്ട് കട്ട് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മഴ പെയ്യുമ്പോൾ മരം വല്ലതും ഒടിഞ്ഞു വീണ് കറണ്ട് ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ KSB വിളിച്ചു തുടങ്ങി അവർ നിമിഷം കൊണ്ട് വന്ന് ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പവർ കട്ട് എന്താണെന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ വഴിയും ഈ ഭാഗവും എല്ലാം കൂടി ഇപ്പോൾ നന്നായി, ഞങ്ങൾക്ക് ഇവിടെ സ്വർഗ്ഗമായി. ഞങ്ങൾക്ക് അവിടെ തീരത്തിലെല്ലാം വീടുകളെല്ലാം പോയി. അപ്പം ഞങ്ങൾ തെരുവിലാണ് കിടന്നത്. ഇപ്പോഴത്തെ സർക്കാരാണ് വന്ന് ഞങ്ങൾ എത്ര അധ്വാനിച്ചാലും കിട്ടാത്തൊരു സ്വപ്ന കെട്ടാൽ പോലും കിട്ടാത്തൊരു വീടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്. അതിന് ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടിയതിന് ഞാൻ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. 5,44,109 കുടുംബങ്ങളെയാണ് ഈ സർക്കാർ സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് ഇതിനകം കൈപിടിച്ചുയർത്തിയത്. 4,32,159 വീടുകൾ പൂർത്തിയാക്കിയ ലൈഫ് ഭവന പദ്ധതിയിൽ 1,11,950 വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. 1,160 കോടി രൂപയെന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതം സംസ്ഥാന ബജറ്റിൽ ലൈഫ് പദ്ധതിക്കായി വകയിരുത്തിയും 6.5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചും ഈ സർക്കാർ തലചായ്ക്കാൻ സ്വന്തമായി ഇടമില്ലാത്തവർക്ക് തണലൊരുക്കുകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ 64,006 കുടുംബങ്ങൾക്ക് പുതുജീവിതമൊരുക്കിയ നമ്മുടെ നാടാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. നമുക്ക് പുനർഗേഹം പദ്ധതി വഴി നമുക്ക് ഫ്ലാറ്റ് തന്നു. 7 വർഷം ആവുകയാണ്. നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് വഴി ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. സർക്കാർ ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം തന്നു. ഞങ്ങളതിന് സന്തോഷവതിയാണ്. സർക്കാരിന് നന്ദി. ഞങ്ങൾ വെട്ടുകാട് തീരദേശത്തായിരുന്നു താമസിച്ചു വന്നിരുന്നത്. അപ്പോൾ അവിടെ കടലിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ പുനർഗേഹം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്, സുരക്ഷിതരാണ്. എൻ്റെ വീട് വാസയോഗ്യമല്ലാത്തതും ഞങ്ങൾ 5 അംഗങ്ങളാണ് അതിൽ താമസിച്ചിരുന്നത്. ഏത് നേരവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയത്. 62 ലക്ഷത്തോളം പേർക്കാണ് കേരളം പ്രതിമാസം 2,000 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകി വരുന്നത്. 4 ലക്ഷത്തിലധികം പേർക്ക് പട്ടയം വിതരണം ചെയ്ത് ചരിത്രം കുറിച്ച പിണറായി സർക്കാർ വനഭൂമിയിൽ കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഭൂമി തർക്കങ്ങളില്ലാത്ത ഭാവി ഉറപ്പാക്കാൻ 6.02 ലക്ഷം ഹെക്ടർ പ്രദേശങ്ങളിലാണ് ഇതിനകം കേരളം ഡിജിറ്റൽ റീസർവേ യാഥാർത്ഥ്യമാക്കിയത്. 20 വർഷത്തോളമായി പട്ടയത്തിന് അപേക്ഷിച്ചിട്ട് ഇപ്പോഴാണ് പിണറായി സർക്കാരിൻ്റെ ഈ സർക്കാരിൻ്റെ സമയത്താണ് പട്ടയം നൽകി. ഞങ്ങൾ 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ചത്. അതിന് സർക്കാരിന് വളരെയേറെ നന്ദിയുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി വിദ്യാകിരണം പദ്ധതി നടപ്പിലാക്കിയും 55,000 ഹൈടെക് ക്ലാസ് റൂമുകളും 5,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനവും യാഥാർത്ഥ്യമാക്കിയും 1 കോടിയിലധികം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തും സൗജന്യ യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവ സമയബന്ധിതമായി നൽകിയും മികവുറ്റ അധ്യയനം ഉറപ്പാക്കുന്ന കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യാന്തര നിലവാരം ഉറപ്പാക്കുകയാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് യാതൊരുവിധ സൗകര്യങ്ങളോ നല്ല കെട്ടിടങ്ങളോ നല്ല ബാത്റൂമുകളോ സ്കൂളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓല കെട്ടിടങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഇന്ന് എൻ്റെ മകളെ ഞാൻ ഇവിടെ ഇതുപോലൊരു സർക്കാർ സ്കൂളിലാണ് പഠിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവൾക്ക് നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ, നല്ല രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ്സുകൾ, നല്ല ഫെസിലിറ്റിയോട് കൂടിയാണ് അവൾ ഇന്ന് പഠിക്കുന്നത്. അവൾക്ക് പോയി വരാൻ തന്നെ വാഹന സൗകര്യങ്ങൾ, സ്കൂൾ ബസ്സിൻ്റെ സൗകര്യങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിലാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. സ്കൂളിൽ ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോബോട്ടിക്സും AI ആണ് മൊത്തത്തിൽ വരുന്നത്. അപ്പം നമുക്ക് ഭാവിയിൽ റോബോട്ടിക്സിനെ പറ്റിയോ അതിനെ പറ്റിയോ
ഒരു ധാരണയില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചറിൽ മൊത്തം ഇങ്ങനെ റോബോട്ടിക്സ് ഇതാണ് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ 8th 9th പഠിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഇപ്പം എന്താ പറയുക, ഈ റോബോട്ടിക്സ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കറണ്ട്ലി വന്നു. ഗവേഷണ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ കുതിച്ചുചാട്ടമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. വ്യത്യസ്ത മേഖലകൾക്കകത്ത്, അത് ലാബുകളാവട്ടെ, ലൈബ്രറികളാവട്ടെ, മറ്റ് ഗവേഷണ സംബന്ധിയായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളാവട്ടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ സഹായങ്ങളാണ് ഗവേഷകർക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ചിട്ടുള്ളത്. ഉന്നതി സ്കോളർഷിപ്പ്, CM പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് തുടങ്ങിയ അനവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേട്ടമുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടിത്തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഉന്നതി സ്കോളർഷിപ്പ്. ഏകദേശം 550ഓളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ നേട്ടമുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പശ്ചാത്തല വികസനത്തിലെ ചാലക ശക്തിയാണ് കിഫ്ബി. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാപനത്തിലൂടെ 90,000 കോടിയിലധികം രൂപയാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചത്. അങ്ങനെ വികസന കേരളത്തിൻ്റെ നട്ടെല്ലാവുകയാണ് രജത ജൂബിലി വർഷത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. മലയാളക്കര ആരോഗ്യത്തിൽ നിറകതിർ ചൂടും നേരം, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആശ്വാസത്തിൻ പുഞ്ചിരികൾ. പകർച്ചവ്യാധികളുടെയും ജീവിതശൈലീ രോഗങ്ങളുടെയും നിയന്ത്രണത്തിൽ മികവുറ്റ പദ്ധതികളുമായി മുന്നേറുന്ന കേരളം ആരോഗ്യ പരിപാലന രംഗത്ത് വികസിത രാജ്യങ്ങൾക്ക് തുല്യമാവുകയാണ്. മാതൃശിശു മരണനിരക്ക് നിയന്ത്രണത്തിൽ അമേരിക്കയെയും കടത്തിവെട്ടുന്ന നാടാണിപ്പോൾ കേരളം. വിവിധ രംഗങ്ങളിലെ നേട്ടങ്ങൾക്ക് ഇതിനകം 50-ലധികം പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആരോഗ്യ കേരളം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന നാടാണ്. 630 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 40 ലക്ഷത്തിലധികം ചെലവ് വരുന്ന ശസ്ത്രക്രിയകൾ പോലും സർക്കാർ മേഖലയിൽ നടത്താനുള്ള സംവിധാനം, മാതൃകാപരമായ അർബുദ ചികിത്സ, 684 ആശുപത്രികളിൽ ഹെൽത്ത് സംവിധാനം, കാരുണ്യ ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവ നടപ്പിലാക്കുന്ന സർക്കാർ ആരോഗ്യരംഗത്ത് രാജ്യത്ത് തന്നെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡ് അഡ്മിറ്റ് ആയിരുന്നു, 2 മാസം വരത്തോളം അഡ്മിറ്റ് ആയിരുന്നു. ഇവിടെ നല്ല മെഡിസിനും ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട്, നല്ല ഫെസിലിറ്റീസാണ് ഇവിടെ എല്ലാം. ഞാൻ സ്ട്രോക്ക് ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല വിധത്തിലുള്ള ചികിത്സകൾ കിട്ടുകയുണ്ടായി. ഞാൻ 3 മാസം ഈ ആശുപത്രിയിൽ കടന്നു. ഒരു പൈസ പോലും ചിലവാക്കാതെ എല്ലാ ഇഞ്ചക്ഷനും മരുന്നുകളും 100 വിഭാഗത്തു നിന്ന് തന്നെ എനിക്ക് നൽകുകയുണ്ടായി. ഞാൻ നിത്യ ഡയാലിസിസ് രോഗിയാണ്. അണിയൂർ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വീട് റിപ്പയറിങ്ങിന് സാമ്പത്തിക സഹായം കിട്ടി, പെട്ടിപ്പിടിയും കിട്ടി. അതിനെ കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകണം. ഡയാലിസിൻ്റെ ഭാഗമായിട്ട് മരുന്ന് എല്ലാം ഇഞ്ചക്ഷനും ആയാലും മരുന്നുകളും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം, MSME മേഖലയിൽ രാജ്യത്ത് ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം, 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങൾ, 6261 സ്റ്റാർട്ടപ്പുകൾ, അതിലൂടെ 62,000-ലധികം തൊഴിലവസരങ്ങൾ, IT രംഗത്ത് 90,000 കോടി രൂപയുടെ കയറ്റുമതി, K-ഫോൺ, K-സ്പൈസസ്, K-റൈസ്, ഉത്തരവാദിത്വ ടൂറിസം തുടങ്ങി തനതു പദ്ധതികൾ, കിഫ്ബിയിലൂടെ 33,101 കോടി രൂപയുടെ 511 പദ്ധതികൾ, രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ്, ആദ്യ ഡിജിറ്റൽ സർവകലാശാല, ആദ്യ ഗ്രഫീൻ സെന്റർ, ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ആദ്യ വാട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം സ്വന്തമാക്കി. ഇപ്പോൾ 1600 ഞങ്ങൾക്ക് 2000 രൂപ പെൻഷനാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരവും ഞങ്ങൾക്ക് സമാധാനവും മരുന്നിനും മക്കളുടെ കാര്യം ചോട്ടി പോകാതെ ഞങ്ങൾ അവരിനെ കൊണ്ടൊന്നും കേൾക്കാതെ ജീവിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1600 രൂപയാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 100-200 വർദ്ധിപ്പിച്ചാണ് ഈ 1600 ആക്കിയത്. എന്നാൽ ഒറ്റയടിക്ക്
400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപ ആക്കിയിരിക്കുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും പിണറായി വിജയനെയും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. 2000 രൂപ സർക്കാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഉപകാരമാണ് ഞങ്ങൾക്കത് തരുന്നത്. സർക്കാർ ഞങ്ങൾക്ക് നല്ല സഹായമാണ് ചെയ്തിരിക്കുന്നത്. ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല. പച്ചക്കറി വെച്ചിട്ടുണ്ട്. പച്ചക്കറി വെച്ചവിടെയും ഞങ്ങൾക്ക് സന്തോഷമാണ്. പിന്നെ തൊഴിലുറപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സന്തോഷത്തിൽ തന്നെ തന്നിരിക്കുന്നത് സർക്കാർ. പോയ ദശാബ്ദത്തിൽ വികസന രംഗത്തെല്ലാം കേരളം മുന്നോട്ട് തന്നെ കുതിച്ചു. കൊച്ചി മെട്രോ, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം, കൊച്ചി പെട്രോകെമിക്കൽ ഹബ്, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വെസ്റ്റ് കോസ്റ്റ് കനാൽ തുടങ്ങിയവ കേരളത്തിന്റെ നേട്ടങ്ങളായി. ഒടുവിൽ കേരളത്തിന്റെ പ്രതീക്ഷയായ വിഴിഞ്ഞം തുറമുഖവും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 24 പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രവർത്തന ലാഭത്തിലേക്ക് നയിച്ച സർക്കാർ കേന്ദ്രം കൈയൊഴിഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. 5119.18 കോടി വിറ്റുവരവുള്ള KMML-നെ ഏറ്റവുമധികം പ്രവർത്തന ലാഭമുള്ള സ്ഥാപനമാക്കി. 4ാം വ്യാവസായിക വിപ്ലവത്തിനാണ് ഈ സർക്കാർ തയ്യാറെടുക്കുന്നത്. രാജ്യത്തെ ആദ്യ AI ജൻ കോൺക്ലേവ് നടത്തിയും അന്തർദേശീയ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തിയും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നേടിയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങളെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തിയുമെല്ലാം ഈ സർക്കാർ കേരളത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ തൊഴിലുറപ്പ് കിട്ടിയതും ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. പച്ചക്കറി കൃഷി, അതേമാതിരി പൂന്തോട്ടം, അല്ലാത്ത പണികളും എല്ലാം ഞങ്ങൾക്ക് ഇവർ തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ജീവിതങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ നല്ലൊരു ഭവനമില്ലായിരുന്നു. അതിനായി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഞങ്ങൾക്കൊരു ഭവനം ലഭിച്ചു. ഇവിടെ ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ ഇവിടെ അതിലെ വഴി നടക്കാൻ വരെ പറ്റാത്ത മതിലായിരുന്നു. ഈച്ചയും കൊതും പട്ടിയും ഒക്കെ ആയിരുന്നു ഇവിടെ മുഴുവൻ. ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തിൽ താമസിക്കാൻ അതേപോലെ ആക്കി LDF സർക്കാർ അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരം ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. PSCയിലൂടെ 3 ലക്ഷത്തോളം നിയമനങ്ങൾ നടത്തിയ കേരളം വാതിൽപ്പടി സേവനങ്ങൾ വ്യാപകമാക്കിയും ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഓൺലൈനാക്കിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സേവനങ്ങൾ നൽകുന്നതിന് K-സ്മാർട്ട് പോർട്ടലിന് രൂപം നൽകിയുമെല്ലാം ഭരണതലത്തിലും രാജ്യത്തിനു മുന്നിൽ പുതിയ മാതൃകകളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കൂടിയാണ് ഇപ്പോൾ കേരളം. തെക്കുമുതൽ വടക്കുവരെ നീളുന്ന പട്ടണമാണ് ഇപ്പോൾ കേരളം. നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാർ ദേശീയപാതാ നിർമ്മാണത്തിന്റെ വിവിധ റീച്ചുകൾ പൂർണ്ണ സജ്ജമാക്കി കഴിഞ്ഞു. നാടൊട്ടുക്കും മികച്ച റോഡുകൾ നിർമ്മിച്ചും ഉള്ളവ പുതുക്കിയും റോഡ് യാത്ര സുഗമമാക്കി. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, റിംഗ് റോഡുകൾ തുടങ്ങിയ പദ്ധതികൾക്ക് നിർമ്മാണ പുരോഗതി ഉറപ്പുവരുത്തുന്ന കേരളം യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഒരു മാറ്റമില്ല, പണ്ടത്തെ പോലെയൊക്കെ തന്നെ. സെക്യൂരിറ്റിയൊക്കെ എന്താ ടൈം എടുക്കണേ. ടാക്സി കിട്ടാനും ടാക്സിയൊക്കെ കാണണം ഇവിടുത്തെ, ഒന്നും പറയണ്ട. എന്തായാലും ഞാനിപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വരും എന്തായാലും. ഓക്കേടാ, ശരി എന്നാൽ, ഗുഡ് നൈറ്റ്. കേട്ടോ മജീവേ? പ്ലെയിൻ കയറി നാട്ടിലെത്തനൊക്കെ ടൈമാ പ്ലെയിൻ ഇറങ്ങി വീട്ടിലെത്താൻ. നമ്മുടെയൊക്കെ ഒരു ഗതിയുടെ അവിടെ ഒന്നും ഇങ്ങനെയല്ലട്ടാ. ഹേയ് ഉള്ളതല്ലേ, മുമ്പൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും മനുഷ്യൻ കൂലിങ്ങി പണ്ടാറടങ്ങും. അതൊക്കെ പണ്ടല്ലേ സാറേ? പണ്ടാ? സാറേ അതെ സാറേ വീടെത്തി. സാറേ വീടെത്തി. പഴയതുപോലെയൊന്നും അല്ല സാറേ, നമ്മുടെ റോഡൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടത്തെ പോലെ റോഡിനെ പ്രാഗി 5ാമത്തെ മിനിറ്റിൽ സാർ ഉറങ്ങി അല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. ഞാൻ 40 വർഷത്തോളമായി ഈ ടാക്സി ഫീൽഡിലായി വർക്ക് ചെയ്യുന്നത്.
നല്ല മാറ്റങ്ങൾ 10 വർഷം കൊണ്ട് ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ കോഴിക്കോട് നിന്ന് 1.5 മണിക്കൂറോടാണ് നമ്മൾ വയനാട്ടിലെത്തുന്നത്. ആ വയനാട്ടിലെത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് തന്നെ സന്തോഷം. പണ്ട് 8-9 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഈ വയനാട് ചുരം കയറാൻ കഴിയുന്നത്. ഇപ്പം 1.5 മണിക്കൂർ കൊണ്ട് ചുരം കയറുക സുഖമായിട്ട്. റോഡുകളുടെ ഗുണനിലവാരം നമ്മൾ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം 15 കൊല്ലമൊക്കെ നമ്മൾ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സവാരി നമ്മൾ പോയാൽ ആ സവാരി കഴിഞ്ഞ് ഒരു 25 കിലോമീറ്റർ പോയിച്ചു വന്നെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂർ വേണ്ട സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ അരമണിക്കൂറും കൊണ്ട് പോയി യാത്ര അവിടെ എത്തുകയും അവിടുന്ന് തിരിച്ച് യാത്ര വരുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്ത നിവാരണത്തിന് രാജ്യത്ത് തന്നെ മാതൃകയായ നാടാണിപ്പോൾ കേരളം. ദുരന്ത നിവാരണ സേന രൂപീകരിച്ചും കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയും നാടിന് സംരക്ഷണ കവചമൊരുക്കുന്ന സർക്കാർ ദുരന്തമുഖങ്ങളെ അതിജീവിച്ചവർക്ക് പുതുജീവിതം സാധ്യമാക്കുകയാണ്. കേന്ദ്രം പുനർനിർമ്മാണത്തിനുള്ള സഹായം നിഷേധിച്ചിട്ടും പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്ക് പുനരധിവാസവും പുതുജീവിതവും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ. ദുരന്ത ടൈമിൽ സർക്കാർ കാര്യക്ഷമതമായി ഇടപെട്ടിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഇവിടുന്ന് ഇത്രയും ആൾക്കാരെ ഇവിടെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വാടക കൊടുക്കുന്നുണ്ട്. ഓരോ തൊഴിലാളി ആളുകൾക്ക് ഒരു കുടുംബത്തിൽ 2 പേർക്ക് 300 രൂപ വെച്ച് അവർക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലായാലും ശരി മറ്റുള്ള റവന്യൂ വകുപ്പായാലും എല്ലാ മേഖലയും കാര്യക്ഷമതമായി ഇടപെട്ട് ഈ ദുരന്തം ബാധിച്ചവരെ കാര്യമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളെയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെയൊക്കെ കരുതലോടുകൂടി തന്നെയാണ് ഈ നിമിഷം വരെ സർക്കാർ നോക്കിക്കാണുന്നത്. സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും സർക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യഭദ്രത ഉറപ്പാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയും തുല്യനീതിയും സ്ഥിതിസമത്വവും യാഥാർത്ഥ്യമാക്കാൻ മികവുറ്റ പദ്ധതികൾ നടപ്പിലാക്കിയും കായിക രംഗത്തും സഹകരണ രംഗത്തും മത്സ്യബന്ധന മേഖലയിലുമെല്ലാം പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുമാണ് ഭരണരംഗത്ത് ഒരു പതിറ്റാണ്ടിന്റെ നിറവിലേക്ക് പിണറായി സർക്കാർ മുന്നേറുന്നത്. സാമൂഹ്യ സുരക്ഷയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും തുല്യനീതിക്കും ക്രമസമാധാന പാലനത്തിനുമൊക്കെ ഇത്രയേറെ ഊന്നൽ നൽകിയ മറ്റൊരു സർക്കാർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അപൂർവമാണ്. കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തന മികവാണ് നമ്മുടെ നാടിന്റെ അഭിമാന നേട്ടങ്ങൾക്ക് പിന്നിൽ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പ്രയത്നിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രവർത്തന മികവ് കൂടിയാണ് നവകേരളത്തിലൂടെ ഇവിടെ വിജയിക്കുന്നത്. ജനങ്ങളെ ഹൃദയപക്ഷത്തോട് ചേർത്ത് പിടിച്ച് മുന്നേറുന്ന ഈ സർക്കാരിന് നൽകുന്ന ഓരോ കയ്യടിയും നമ്മുടെ പുഞ്ചിരികളുമാണ് ഈ സർക്കാരിന്റെ അഭിമാനം. അതുതന്നെയാണ് നല്ല നാളേക്കായുള്ള നാടിന്റെ നിക്ഷേപവും. സുന്ദരമായ പ്രകൃതിയും ജീവിത സൗകര്യങ്ങളും വികസനവും നമ്മുടെ സംസ്ഥാനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം നൽകി. പക്ഷേ പല കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ ചിലരുണ്ട്. ഈ ഭൂമി അവരുടേതു കൂടിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ലോകത്ത് തന്നെ ഇത്തരമൊരു നേട്ടം അപൂർവമാണ്. ഇപ്പോഴാണ് ആ വിശേഷണം അർത്ഥവത്തായി മാറുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്.